റെയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ 2 കോച്ചുകൾ വേർപെട്ടു. ട്രെയിൻ ഉടൻ തന്നെ നിർത്തിയതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. സെക്കന്ദരാബാദ് ഫൗറ ഫലക്നുമ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ കോച്ചുകളാണ് വേർപെട്ടത്. കഴിഞ്ഞ ദിവസം ന്യൂസിൽ വന്നൊരു ഇൻസിഡന്റ് ആണ് ഇത്. ഇതിനകത്ത് പറയുന്നത്, അതായത് സെക്കന്ദരാബാദിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു തീവണ്ടി, ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിന് അൺകപ്ലൈ, അതായത് 2ആയിട്ട് വിഭജിച്ച് ആൻഡ് അറ്റ് ദ സെയിം ടൈം ലോക്കോ പൈലറ്റിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് വൻ ദുരന്തം ഒഴിവായി എന്നാണ് പറയുന്നത്. ഗൈസ്, ദിസ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. എന്ന് വെച്ചാൽ ഇതിന്റെ മെക്കാനിക്കൽ ഒരു ടെക്നിക്കൽ പരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ദിസ് ഹാസ് ഹാപ്പൻഡ് എന്ന് പറയുന്നത് അൺകപ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. അതായത് ഒരു വണ്ടി ഓടുന്ന സമയത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അൺകപ്പിൾ എന്ന് പറയുന്നത്. അതായത് 2ആയിട്ട് വിഭജിക്കുന്നു. ആൻഡ് വൻ ദുരന്തം ഒഴിവായി എന്ന് പറയുന്നത് ഒരു മിസ്ഇൻഫർമേഷൻ ആണ്. വൈ? ബിക്കോസ് ഈ ഒരു 2ആയിട്ട് വിഭജിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഒരു ഡീറെയിൽമെന്റ് അല്ലെങ്കിൽ പാളം തെറ്റൽ സംഭവിക്കൂല. ഈ ഒരു ട്രെയിനിന്റെ ബ്രേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ, അതായത് ഒരു ട്രെയിനിന് ഫുള്ളായിട്ടൊരു ബ്രേക്ക് പൈപ്പ് ഉണ്ട്. ആ ബ്രേക്ക് പൈപ്പിലൂടെ ഒരു കംപ്രസ്ഡ് എയർ പോകുന്നുണ്ട്. അപ്പോൾ വൺസ് ഇത് അൺകപ്പിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കോച്ച് തമ്മിൽ വേർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ആ ബ്രേക്ക് പൈപ്പ് തമ്മിൽ ഡിസ്കണക്റ്റ് ആയിട്ട് ഈ കംപ്രസ്ഡ് എയർ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അതായത് എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അവിടെ ലോക്കോ പൈലറ്റിന്റെ റോളേ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു 2ആയിട്ട് വിഭജിക്കുന്ന സമയത്ത് 2 പോർഷനും ഒരേ സമയം ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്, എമർജൻസി ബ്രേക്ക് അപ്ലൈ ആണ്. സോ അവിടെ ദുരന്തത്തിൻ്റെ ഒരു ചാൻസും ഇല്ല. അതൊരു മീനിങ് ഒരു എമർജൻസി ബ്രേക്കിംഗ് അവിടെ അപ്ലൈ ആയിട്ട് നത്തിങ്, ഒരു സേഫ് സൈഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സോ ഇങ്ങനത്തുള്ള ന്യൂസ് ഇതിനകത്ത് കേട്ട് ഒരിക്കലും ഒരു ഭീതി ഉളവാക്കേണ്ട ആവശ്യമില്ല. സോ താങ്ക് യു.